TH കോടമ്പുഴ അറിയാം, അറിയാം ഗവേഷണകാരൻ. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ മദ്രാസിൽ ഉണ്ടായിരുന്ന ഒരു മാധ്യമം. അത് ആർക്കും അറിയാത്തവരെ കഥയായതുകൊണ്ട് ഞാൻ അത് പറയുന്നത്. മറ്റു ശ്രീനിവാസന്റെ സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ TH കോടമ്പുഴ എന്ന് പറയുന്ന കക്ഷി പ്രേംനസീറിന്റെ ഏറ്റവും അടുത്ത ആളാണ്. അന്ന് മദ്രാസിലുള്ള സിനിമാ ലേഖകനാണ്, മാധ്യമപ്രവർത്തകനാണ്, കോഴിക്കോടുകാരനാണ്. വളരെ രസികനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാസിലുള്ള അന്ന് സിനിമ മുഴുവൻ മദ്രാസിലാണല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള സിനിമാ ന്യൂസുകളൊക്കെ അവിടെ ഓരോ സ്റ്റുഡിയോയിൽ പോയിട്ട് കളക്ട് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് എഴുതി കൊടുക്കണം. അന്ന് ചിത്രരമ അതിലെങ്കിലൊക്കെ ഇത് കൊടുക്കണം. അപ്പൊ ഇത് എഴുതാൻ പുള്ളിക്ക് സമയമില്ല. സമയമില്ലാന്ന് മാത്രമല്ല, പുള്ളിക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല, കാരണം നല്ല ഭാഷയിൽ എഴുതാൻ അറിയില്ല. അപ്പോ ഇത് എവിടെന്നോ ശ്രീനിവാസനായിട്ട് പരിചയമായി. ശ്രീനിവാസനെ ഈ പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. അപ്പൊ ഒരു വീടിന്റെ താഴെ ആരോ താമസിക്കുന്നത്, അതിന്റെ മുകളില് ഒരു ചെറിയ വീട്ടിലാണ് ഈ TH കോടമ്പുഴ ഭാര്യയും 2 പെൺമക്കളും താമസിക്കുന്നത്. അതിന്റെ മുകളില് ഒരു ഓല ഷെഡ് ഉണ്ട്, ഇങ്ങനെ ഓല പറിച്ചിട്ട് അവിടെ നിന്നിട്ട് ഇദ്ദേഹം എഴുതുക. അപ്പൊ ശ്രീനിവാസനെ ഇദ്ദേഹം എഴുതാനായിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തി. അതിന് ശ്രീനിവാസന്റെ പ്രലോഭനം എന്തായിരുന്നു അറിയോ? 3 നേരം നല്ല ഭക്ഷണം കിട്ടും. അതായിരുന്നു പ്രലോഭനം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോടൻ ഭക്ഷണങ്ങൾ കിട്ടും. നല്ല മീൻകറി കൂട്ടി ചോറ്, അതുപോലെ തന്നെ രാത്രി പത്തിരി ഇറച്ചി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാവുന്നതാണ്. അല്ലാണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയില്ല. ശ്രീനിവാസൻ കുത്തിപ്പിടിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രീനിയെ കണ്ടുള്ള വീട് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ എഴുതി ശ്രീനിവാസൻ ആണ് കംപ്ലീറ്റ് ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളെ അയച്ച് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ശ്രീനിയുടെ ഈ നർമ്മമൊക്കെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ TH കോടമ്പുഴ നെസസാറ് ചോദിച്ചു, താങ്കൾ ഭയങ്കര രസമായിട്ടൊക്കെ എഴുതണ്ടല്ലോ, ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം ഭയങ്കര ഹ്യൂമറൊക്കെ ഇട്ടുള്ള സിനിമയിൽ വന്നിട്ടില്ല. അത് എന്താണ്, അപ്പൊ ഒരു ഗോസ്റ്റ് റൈറ്ററായിട്ട് തുടങ്ങിയതാണ്. മാധ്യമപ്രവർത്തനം തുടങ്ങിയ ഒരാളുടെ ശ്രീനിനെ പറ്റി ആർക്കും അറിയാത്തൊരു കഥയാണ്. അങ്ങനെ ശ്രീനിവാസനെ എഴുതി വിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓർഡർ ആളറിയാവുന്ന ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രീനി നിൽക്കുന്ന സമയത്ത് അതിന് മറ്റേ സ്ക്രിപ്റ്റ് എഴുതണമല്ലോ. ശ്രീനി അങ്ങ് പോയി. പെട്ടെന്നാണ് കോടമ്പുഴയോട് പറഞ്ഞ് ഞാൻ പോകണം, എനിക്കൊരു സിനിമ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കാന്ന് പറഞ്ഞ് പോകുന്നത്. അങ്ങനെ TH കോടമ്പുഴ എന്നെ തപ്പി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കമല ഒന്നും വരണ്ട, കാരണം എനിക്ക് എഴുതാനാളില്ല. അങ്ങനെ ശ്രീനിവാസന് പകരക്കാരായിട്ട് TH കോടമ്പുഴയ്ക്ക് എഴുതാനായിട്ട് കുറച്ചു കാലം ഞാൻ പോയിരുന്നു. ശ്രീനിവാസൻ തിരക്കഥ എഴുതാൻ തിരക്ക് വരുന്നവരെ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സേദ്മാ സാറിലൂടെ PN മാനിലൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന കാര്യം. അങ്ങനെ ഇദ്ദേഹത്തിലൂടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ TH കോടമ്പുഴ ഒരു ക്യാരക്ടറായിരുന്നു. ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം, ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ആ സിനിമയുടെ രീതികളൊക്കെ മാറി. നസീർ പോലെയുള്ള അന്നത്തെ തലമുറയൊക്കെ സിനിമയിൽ ഇല്ലാണ്ടായി. കേരളത്തിലേക്ക് സിനിമ പറിച്ചു കിട്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സിനിമയില്ല, എഴുത്തുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇദ്ദേഹം കോഴിക്കോടേക്ക് പോകുന്നു. ജീവിതം സത്യത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ 2 പെൺമക്കളെ പഠിപ്പിക്കണം. ഈ 2 പെൺമക്കളെ പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പണമില്ല. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം വെച്ചാൽ ശ്രീനിവാസനാണ് ഈ 2 മക്കളെ പഠിപ്പിച്ചത്. മോഹൻ അറിയില്ലെങ്കിൽ ചിലപ്പോ അതൊരു ആർക്കും അറിയാത്തത്, ആരോടും പറഞ്ഞിട്ട് പോലുമില്ല. ശ്രീനി ആരോടും പറഞ്ഞില്ല. എനിക്കറിയായിരുന്നു, കോടമ്പുഴയായിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്കറിയായിരുന്നു. ഈ കോടമ്പുഴയുടെ മൂത്ത മകള് പഠിച്ച് ഡോക്ടറായി. അതാണ് മൂത്ത മകളാണ് ഇതാണ് തോന്നുന്നത്, MBA ജേർണലിസ്റ്റാണ്. 2ാമത്തെ മകള് ഡോക്ടറായി. ശ്രീനിവാസൻ ഒരുപാട് പണം കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട്, അതിന്റെ നന്ദിയൊക്കെ. പക്ഷെ ശ്രീനിവാസൻ ഇന്നൊരു ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് കോടമ്പുഴയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നുള്ളതാണ്. ഈ കുട്ടികളെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു, പിന്നെ ഡോക്ടറെ കഴിഞ്ഞ ശേഷം കാണുമായിരുന്നു. അങ്ങനെ ഒരു വശം കൂടി ശ്രീനിക്ക് ഉണ്ടെന്നുള്ളതാണ്. കാരണം വന്ന് വഴി മറന്നില്ല എന്നുള്ളത് അതൊരു ക്ലീഷേ ഡയലോഗാണ്. എങ്കിൽ പോലും ശ്രീനിവാസൻ അദ്ദേഹത്തിന് മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഹ്യൂമറിലൂടെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ, മനുഷ്യനെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അത്തരം സ്പർശങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ നന്മകളെ തിരിച്ചറിയാനും അവരുടെ സഹാനുഭൂതിയെ തിരിച്ചറിയാനും കഴിയുന്നതുകൊണ്ടാണ് പരിഹാസത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. ഇത് പലപ്പോഴും ഒരുപക്ഷെ പ്രിയന്റെയും സത്യന്റെയും ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങളായിരുന്നു. ഞാൻ ഈ നർമ്മ കാര്യങ്ങളിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പൊ എനിക്ക് അത്ര ശ്രീനിയുടെ അത്ര ഇങ്ങനെ ബൗൺസ് ചെയ്യാൻ എനിക്ക് കോമഡി വരാറില്ല. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ വീക്കണം. അപ്പൊ ഞാൻ ശ്രീനി എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ കമലിന് വേണ്ടി തിരക്കഥ എഴുതുമ്പോഴും ഒരിക്കലും അങ്ങനെ കോമഡിയിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും മേഖല പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം എഴുതുന്ന പടം പാവമാൻ രാജകുമാരൻ. അത് തലശ്ശേരിയിലാണ്. മോഹനക്കറി മോഹനൊന്ന് പഠിക്കാൻ കുട്ടിയാണ്. മോഹൻ ആ രീതിയിൽ പരിചയപ്പെടുത്തുന്നത് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. മോഹന്റെ ശ്രീനിയുടെ ഭാര്യയുടെ അനിയനും കൂടിയാണ്.